2020 ഡിസംബർ 28 എന്ന ദിവസവും ആ ദിവസം ദൃശ്യമാധ്യമങ്ങളിൽ നിറഞ്ഞ ദൃശ്യങ്ങളും എന്തായിരുന്നുവെന്ന് ഞാൻ ഓർപ്പിക്കാതെ തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും. അത് അമ്പിളി എന്നും രാജൻ എന്നും പേരുള്ള ദമ്പതികൾ അവരുടെ വീട്ടുമുറ്റത്ത് ശരീരമാസകലം മണ്ണെണ്ണ ഒഴിച്ചു നിൽക്കുന്ന ഒരു ദുരന്ത കാഴ്ച. അവർ പറയുന്നുണ്ട്, അവരുടെ വീടൊഴിപ്പിക്കാൻ സ്ഥലം ഒഴിപ്പിക്കാനെത്തിയ അഭിഭാഷക കമ്മീഷനോടും കോടതി നിയോഗിച്ച ആളുകളോടും പോലീസിനോടും പറയുന്നുണ്ട്, ഞങ്ങൾക്കിത് അവകാശപ്പെട്ട സ്ഥലത്താണ് നിൽക്കുന്നത്, ഞങ്ങളെ ഇറക്കി വിടരുത്, ഇറക്കി വിട്ടാൽ ഞങ്ങൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈറ്റർ തെളിയിച്ചു വെച്ചിട്ടുണ്ട്. ഈ ലൈറ്റർ ഒരു പോലീസുകാരൻ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നു. ഇവരെ രക്ഷപ്പെടുത്താനായിരുന്നു പോലീസുകാരന്റെ ഉദ്യമമെങ്കിലും നിർഭാഗ്യവശാൽ ആ തീ ആ ദമ്പതികളുടെ ദേഹത്തേക്ക് പടർന്ന് കയറുകയും ആ ദമ്പതികൾ ദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്തു. ഈ കാഴ്ച നമ്മുടെയൊക്കെ ഉറക്കം കെടുത്തിയതാണ് 2020-കളിൽ. അതിനുശേഷം ആ മരിച്ച ദമ്പതികളുടെ, അതായത് ആ അച്ഛൻ്റെയും അമ്മയുടെ മൃതദേഹം കുഴിയെടുത്ത് മറവ് ചെയ്യുന്ന രഞ്ജിത്ത് രാജൻ എന്ന മകനെയും കണ്ടു, അയാളുടെ അനുജനെയും നമ്മൾ കണ്ടു. എല്ലാവരും കണ്ണീര് പൊഴിച്ചതാണ്. സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപ അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചു. അതുപോലെ സമൂഹത്തിലെ നാനാ തുറകളിൽ നിന്ന് ഈ കുട്ടികളെ കാണാനൊക്കെ അവിടെ ആളുകൾ പോയതും പൈസ വാഗ്ദാനം ചെയ്തതുമൊക്കെ നമ്മൾ അതാണ്. പക്ഷേ ഇന്നലെ ആ കാഴ്ചയ്ക്ക്, ആ ദുരന്ത കാഴ്ചയ്ക്ക് മറ്റൊരു ദുരന്തം കൂടിയാണ് സംഭവിച്ചത് എന്ന് അറിയുമ്പോൾ ഞെട്ടൽ ചെറുതല്ല. ഞെട്ടിയത് കൊണ്ട് കാര്യമില്ല എന്ന് ആ രഞ്ജിത്ത് രാജൻ എന്ന ചെറുപ്പക്കാരൻ തന്നെ വിളിച്ച് പറയുന്നുണ്ട്. എന്താണ് ശരിക്ക് നെയ്യാറ്റിൻകര അതിയന്നൂർ പഞ്ചായത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത്? അതിയന്നൂർ പഞ്ചായത്തിലെ പോങ്ങിൽ നെട്ടത്തോട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ലക്ഷം വീട് കോളനി ഉണ്ട്. ലക്ഷം വീട് കോളനി 2020, ഇപ്പോൾ ലക്ഷം വീട് ഉന്നതി എന്ന് മാറ്റി പറയണം. ഈ ഉന്നതിയിലെ താമസക്കാരായിരുന്നു രാജനും അമ്പിളിയും. ഈ ഉന്നതി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ പിന്നാക്ക വിഭാഗക്കാർക്ക് വേണ്ടി എഴുതി കൊടുത്ത സ്ഥലം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വിനിയോഗിക്കപ്പെട്ട ഭൂമി എന്നാണ് നമ്മളൊക്കെ സാധാരണ മനസ്സിലാക്കുന്നതും അങ്ങനെ തന്നെയാണ് അതിൻ്റെ വസ്തുതകൾ. ഇതിന് ഈ രാജനും അമ്പിളിയും താമസിക്കുന്ന സ്ഥലത്തിന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അയൽക്കാരിയായ വസന്ത രംഗത്തെത്തിയിരുന്നു. വസന്തയ്ക്ക് അപ്പോഴൊന്നും ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പണിക്കാരനായ രാജൻ കള്ളത്തടി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞൊരു വ്യാജ പരാതി വസന്ത കുത്തിപ്പൊക്കി പോലീസിനൊക്കെ കൊടുത്തു. അത് രാജന്റെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും അത് സാരമായി ബാധിക്കുന്നതായതുകൊണ്ട് രാജൻ താമസിക്കുന്ന സ്ഥലം ഈ കോളനിയുമായി, അതായത് ലക്ഷം വീട് ഉന്നതിയുമായി ബന്ധപ്പെട്ടതാണോ, ഇവരുടെ ഉടമസ്ഥാവകാശമുള്ളതാണോ എന്നറിയാൻ വിവരാവകാശ രേഖയെടുത്തു. വിവരാവകാശ രേഖ എടുത്തപ്പോൾ അതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ വസന്ത ലക്ഷം വീട് ഉന്നതിക്കകത്താണ് താമസിക്കുന്നത്, അവർക്ക് ഈ ഭൂമിയിൽ യാതൊരു അവകാശവുമില്ല എന്ന തരത്തിലുള്ള വിവരാവകാശ രേഖ രാജന് ലഭിച്ചു. ഇതോടുകൂടി വസന്തയ്ക്ക് ദേഷ്യം ഇരട്ടിച്ചു രാജനോടും കുടുംബത്തോടുമുള്ള. അവർ നെയ്യാറ്റിൻകര മുൻസിഫ് കോടതിയിൽ ഒരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു. അനധികൃതമായി ഭൂമി കയ്യേറിയാണ് രാജനും അമ്പിളിയും ഒക്കെ താമസിക്കുന്നതെന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തു. അതാണ് തുടക്കം. ആ കേസ് പരിശോധിക്കാൻ കോടതി ഒരു അഭിഭാഷക കമ്മീഷനെ വെച്ചു. അഭിഭാഷക കമ്മീഷൻ എന്ന് പറയുമ്പോൾ എത്രത്തോളം നീതിയുക്തമായി അവർ പെരുമാറിയെന്നൊക്കെ നമുക്ക് ഇന്നലെ രഞ്ജിത്ത് രാജനൊക്കെ വിളിച്ചു പറയുമ്പോൾ, കണ്ണീരോടുകൂടി പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും. അഭിഭാഷക കമ്മീഷൻ കണ്ടെത്തി ഈ ഉന്നതിയിൽ രാജനും അമ്പിളിയും ഒക്കെ താമസിക്കുന്നത് കയ്യേറിയ ഭൂമിയിലാണ്, വസന്തയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണ് എന്നൊരു തീർപ്പ് അഭിഭാഷക കമ്മീഷൻ എടുത്തു. അതാണ് അന്നത്തെ ആ ദുരന്തത്തിന് കാരണമായ തീർപ്പ്. ആ തീർപ്പുമായി ബന്ധപ്പെട്ടാണ് ഇവരെ കുടിയിറക്കാൻ ആളുകളെത്തിയതും ഈ മണ്ണെണ്ണ ദേഹത്തൊഴിച്ച് ഭാര്യയും ഭർത്താവും ആത്മഹത്യ ചെയ്യുമെന്ന് പറയുമ്പോൾ പോലീസുകാരൻ ആ ലൈറ്റർ തെറിപ്പിച്ച് അവരുടെ ദേഹത്ത് തീ പിടിക്കുന്നതൊക്കെ അതൊക്കെ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. രഞ്ജിത്ത് രാജൻ ഇന്നലെ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം ശരിക്കു പറയേണ്ടത് നമ്മുടെ സർക്കാരാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇതിന് കൃത്യമായി മറുപടി പറയാൻ യോഗ്യൻ. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന റവന്യൂ വകുപ്പ് കൃത്യമായി മറുപടി പറയണം. അല്ലെങ്കിൽ പട്ടികജാതി പട്ടികക്ഷേമ വകുപ്പ് ഇതിന് മറുപടി പറയേണ്ടതാണ്. ശരിക്കു പറഞ്ഞാൽ ഉത്തരം നൽകേണ്ടത് ഇവരൊക്കെയാണ്. കോടതിയും ഇതിന് എന്ത് പറയുമെന്ന് നമുക്ക് വ്യക്തമല്ല. കോടതിയുടെ തീർപ്പാണ്. കോടതി കഴിഞ്ഞ ദിവസം ആ കേസിൽ ആത്യന്തികമായ വിധി പറഞ്ഞു. മുൻസിഫ് കോടതിയാണ്, വേണമെങ്കിൽ അപ്പീലൊക്കെ പോകാം. പക്ഷേ ഈ രഞ്ജിത്ത് രാജൻ എന്ന് പറയുന്ന യുവാവ് അങ്ങനെ അപ്പീലൊന്നും പോകാൻ തയ്യാറായില്ല. അയാൾ പറഞ്ഞു, ഈ ഭൂമി ഞങ്ങൾക്ക് വേണ്ട, ഇവിടെ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കല്ലറയുണ്ട്, കല്ലറയും വീടുമൊക്കെ പൊളിച്ചു മാറ്റി പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാണ് കോടതി ഉത്തരവ്, അതുകൊണ്ട് ഇതൊക്കെ പൊളിക്കുകയാണ് എന്ന മകൻ വിളിച്ചു പറയുകയാണ്. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു. അതിൽ പരം വലിയ നഷ്ടമല്ലല്ലോ വീടും കല്ലറയും ഒന്നും. കല്ലറ അല്ല അച്ഛനും അമ്മയും കിടക്കുന്നത്, അവരെൻ്റെ ഹൃദയത്തിലാണുള്ളത്. അതുകൊണ്ട് ഈ കല്ലറ വെറും പ്രതീകം മാത്രം, അത് ഇവിടെ വേണ്ട
എന്ന് പറഞ്ഞ് ആ യുവാവ് ആ കല്ലറ ഇടിച്ച് നിരത്തി. കല്ലറ ഇടിച്ചു നിരത്തിയിട്ട് അയാൾ പറഞ്ഞു, കോടതിയൊക്കെ സാധാരണക്കാർക്ക് വേണ്ടി ഉള്ളതെന്നായിരുന്നു വിശ്വാസം, അശരണർക്ക് വേണ്ടി ഉള്ളതെന്നായിരുന്നു വിശ്വാസം. പക്ഷേ ഈ വസന്ത എന്ന് പറയുന്ന ലാൻഡ് ലോർഡ് അവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായ വിധി വന്നപ്പോൾ തകർന്നുപോയി. പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ 10 ലക്ഷം രൂപ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. അതങ്ങനെ പ്രഖ്യാപനമായി നിൽക്കുകയാണ്. ആ കാശിന് വേണ്ടി ഞാൻ പഞ്ചായത്തിന്റെ പടിക്കൽ പല ദിവസം പോയി. പഞ്ചായത്ത് പടിക്കൽ പോയപ്പോൾ പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു, നിങ്ങളുടെ ഭൂമി സംബന്ധിച്ച് ഡിസ്പ്യൂട്ട് ഉണ്ട്, അതായത് കോടതിയിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്, അതിൽ പരിഹാരമായിട്ട് നിങ്ങൾക്ക് സാമ്പത്തിക സഹായം തരാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ് ആ കുട്ടികളെ ആ ദിവസങ്ങളിൽ ആലോചിക്കണം. ഇത്രയധികം സങ്കടകരമായ സാഹചര്യങ്ങൾ അതിജീവിച്ചിട്ടാണ് പിള്ളേർ അവിടെ പോകുന്നത്. അപ്പോഴാണ് പറയുന്നത്, നിങ്ങൾക്ക് കാശ് തരാൻ കഴിയുകയില്ല, നിങ്ങളുടെ ഭൂമി സംബന്ധിച്ച ഡിസ്പ്യൂട്ട് ഉണ്ട്, അതിൽ തീർപ്പാകട്ടെ എന്ന്. അപ്പോൾ ഇപ്പോൾ രഞ്ജിത്ത് പറയുകയാണ്, ആ കാശൊന്നും ഞങ്ങൾക്ക് വേണ്ട, തന്ന പൈസ ഇവിടെ ഇരിപ്പുണ്ട്, ബാങ്കിൽ ഇട്ട് തന്ന പൈസ ഇരിപ്പുണ്ട്, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഇതിനെ എത്തിച്ചു കളഞ്ഞോളാം. എനിക്ക് വേണ്ട, സർക്കാർ ഒരു തേങ്ങയും വേണ്ട. സ്വന്തം അപ്പനെ അമ്മേനെയും കൊന്നവന്റെ പേരിൽ വലിയ നടപടി എടുത്ത ഈ നടക്കാത്ത യവന്മാർ എന്തിനു നടക്കുന്നത്? ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു 10 ലക്ഷം രൂപ അനുവദിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ പഞ്ചായത്തിൽ പോയി ഇതേപോലെ 10 ലക്ഷം രൂപ അനുവദിച്ച് തരാൻ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞ സ്ഥലത്തിന്റെ പേരിൽ ഒരു തീരുമാനമാവാതെ തരൂലെന്ന്. അങ്ങനെയെന്നുണ്ടെങ്കിൽ അന്ന് മറ്റേ പ്രസ് മീറ്റിൽ വെച്ച് പിണറായി വിജയൻ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്, 10 ലക്ഷം രൂപ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അനുവദിക്കണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അങ്ങേരെ അന്നേ പറയണ്ടേ, സ്ഥലത്തിന്റെ ഇതായിട്ട് 10 ലക്ഷം അവന് കൊടുക്കാം. കോടതി വിധി എന്ന് വെച്ചാൽ ഇത് പൊളിച്ചു മാറ്റി കൊടുക്കണം, ഈ വീടും സ്ഥലവും കല്ലറയും പൊളിച്ചു മാറ്റി കൊടുക്കണം, പഴയ രീതിയിലാക്കണമെന്നാണ് കോടതി വിധി. അതുകൊണ്ട് ഞാൻ തന്നെ പൊളിച്ചു മാറ്റി കൊടുക്കും. എനിക്ക് ഔദാര്യം വേണ്ട കോടതിയിൽ. അങ്ങനെ ആരുടെയും ഔദാര്യം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ അപ്പന്റെ അമ്മയും കല്ലറ ഇനി ഇവിടെ വേണ്ട, ഈ വീടും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞാൽ വീടിന്റെ രേഖകൾ, സ്ഥലം സംബന്ധിച്ച രേഖകളും ബാങ്ക് രേഖകളും കോടതി രേഖകളും എല്ലാം അയാൾ തീയിട്ട് നശിപ്പിച്ചു. ഇത് വലിയൊരു പ്രതിഷേധമാണ്, വലിയൊരു സമരമാണ്. ഇത് ഒരാളുടെ അതിജീവന പോരാട്ടത്തിന്റെ തുടക്കം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അതിജീവന പോരാട്ടമാണ്. അപ്പനെയും അമ്മയെയും ഒരു സമരത്തിനിടെ, സമരം തന്നെയാണല്ലോ, സ്വന്തം വീടും ഭൂമിയും സംരക്ഷിക്കാൻ ഭാര്യയും ഭർത്താവും ഇറങ്ങിയെന്ന് എന്താണ് പോലീസുകാരോട് കാര്യങ്ങൾ പറയുന്നത് ഒരു സമരം തന്നെയാണ്. അതും ആത്മഹത്യയുടെ വക്കിൽ നിന്നുകൊണ്ട്, ആത്മഹത്യ ദേഹം മുഴുവൻ മണ്ണെണ്ണ ഒഴിച്ചു നിന്നുകൊണ്ട് പറയുന്നത് സമരം തന്നെയാണ്, പ്രതിഷേധ സമരം തന്നെയാണ്. ആ സമരത്തിൽ തീനാളമായി അവർ ഒടുങ്ങി അസ്തമിച്ചു പോയി. അവരുടെ മകൻ വേറൊരു തീനാളമായി ഉയർത്തെഴുന്നേറ്റ് പറയുകയാണ്, ഇനി ഞങ്ങൾക്കാരുടെയും ഔദാര്യം വേണ്ട എന്ന്. തീർച്ചയായും രഞ്ജിത്ത് രാജൻ പറഞ്ഞ വാക്കുകൾ കേരള മനസാക്ഷിയിലാണ് ക്രൂരമായ അടി ഏൽപ്പിക്കുന്നത്. കേരളത്തിന്റെ മനസാക്ഷിയാണ് ഞെട്ടലോടുകൂടി ഈ വാക്കുകൾ കേൾക്കുന്നത്. ഇതിന് തീർച്ചയായും മുഖ്യമന്ത്രി, അദ്ദേഹം വിദേശത്താണ്, അദ്ദേഹം വന്നിട്ട് ഈ കേസ് റീഓപ്പൺ ചെയ്യണം. എന്നിട്ട് അദ്ദേഹം ഇതിന് മറുപടി പറയണം. അദ്ദേഹം റവന്യൂ വകുപ്പ് മറുപടി പറയണം. കാരണം ഈ വസന്തയെ പോലുള്ള അയൽക്കാരൊക്കെ ഇപ്പോഴും പല ആളുകൾക്കും പാര പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് തന്നെ അറിയാം ഈ കുട്ടികളുടെ അവസ്ഥ, അനാഥമാക്കപ്പെട്ട കുട്ടികളുടെ അവസ്ഥയൊക്കെ അയൽക്കാരിയായി അവർ കാണുന്നതല്ലേ. അവർക്ക് വേണമെങ്കിൽ ഈ കേസിൽ നിന്നൊക്കെ വാപസ് വാങ്ങി പോകാവുന്നതേ ഉള്ളൂ. പക്ഷെ അവരിപ്പോഴും വാശിയോടുകൂടി ആ സ്ഥലത്തിന് വേണ്ടി പോരാടി എന്ന് പറയുമ്പോൾ ആ ദുഷിച്ച മനസ്സ് കൂടി ഓർമ്മിക്കുകയാണ്. വസന്ത എന്ന സ്ത്രീയുടെ ദുഷിച്ച മനസ്സും ഇവിടെ എടുത്തു പറയേണ്ട ഒന്നാണ്. ആ ദുഷിച്ച മനസ്സിന് അനുകൂലമായി കോടതി വിധി വരുന്നു, ആ കുട്ടികൾ വീണ്ടും അനാഥമാക്കപ്പെടുന്നു. സർക്കാരിന്റെ സാമ്പത്തിക സഹായ വാഗ്ദാനമൊക്കെ തൃശങ്കൂൽ അന്തരീക്ഷത്തിൽ തന്നെ നിൽക്കുകയാണ്, എയറിൽ തന്നെ നിൽക്കുകയാണ്. ഇപ്പോഴും ഇങ്ങോട്ട് താഴോട്ട് എത്തിയിട്ടുമില്ല. ഇതൊരു ക്രൂരമായ വിധിയാണ്, ക്രൂരമായ അവസ്ഥയാണ് ആ കുട്ടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതിൽ പറയാതിരിക്കാൻ നിവർത്തിയില്ല. അങ്ങനെ പറഞ്ഞേ തീരൂ, അതാണ് വാസ്തവം.